Hello all, I am Jojo Tommy, an ACCA member and a practicing faculty for PM over the last 9 years. PM എന്നത് എ സി സിയിലെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പേപ്പർ ആയിട്ട് എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗൂഗിളിൽ PM എന്ന പേപ്പറിനെ ചുറ്റിപ്പറ്റി ഏറ്റവും കൂടുതൽ വന്ന ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് ആൻസർ ചെയ്യുകയാണ്. സോ ലെറ്റ്സ് ഗോ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ സ്റ്റുഡൻസ് PM എന്ന പേപ്പറിനെ പറ്റി ഗൂഗിളിനോട് ചോദിച്ചിട്ടുള്ള ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം എൻ്റെ മുന്നിൽ ഈ ഒരു ബോർഡിലുള്ളത്. ഇതിൽ ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് പീൽ ഓഫ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. സോ മൂവിങ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പാസ് റേറ്റ് ഓഫ് PM പേപ്പറിന്റെ പാസ് റേറ്റ് എത്രയാണെന്നുള്ളത്. PM പേപ്പർ യൂഷ്വലി 40% ആണ് ഇതിൻ്റെ ഒരു ഗ്ലോബൽ പാസ് റേറ്റ് പറയാനാണെങ്കിൽ പറയാം. ചില സെഷൻസിൽ 38%, 35% എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങൾക്കറിയാം, കമ്പയർഡ് ടു മറ്റ് സ്കിൽ ലെവൽ പേപ്പേഴ്സ് ഇത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ളൊരു പേപ്പറാണ് എന്നറിയാം. അതുകൊണ്ട് തന്നെ പാസ് റേറ്റ് 38%, 35% ചില സെഷൻസിൽ പോവാറുണ്ട്. ബട്ട് ലാസ്റ്റ് സെഷനിൽ 45% ആയിരുന്നു PMന്റെ ഗ്ലോബൽ പാസ് റേറ്റ്. ഓക്കെ, സോ പാസ് റേറ്റ്സിനെ പറ്റി ഒന്നും നിങ്ങൾ വെറി ചെയ്യേണ്ട. നല്ലൊരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല പാസ് മാർക്സോടെ നമുക്ക് ക്ലിയർ ചെയ്യാൻ കഴിയും. ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ അപ്പീൽ ചെയ്യാണ്. വാട്ട് ആർ ദ സ്പെസിഫിക് ടോപ്പിക്സ് കവേർഡ് ഇൻ ദ PM സിലബസ്? PM സിലബസിൽ നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണെന്നുള്ളത്. PM സിലബസ് എന്ന് പറയുന്നത് ബേസിക്കലി 5 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന്, ഡാറ്റ അനലിറ്റിക്സ് എന്നൊക്കെ പറയുന്ന ഇപ്പോൾ മൂവിങ് ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റ അനലിറ്റിക്സ് പോലെയുള്ള ടോപ്പിക്സ് ഒക്കെ അടങ്ങിയ ഒരു തിയറി ഏരിയയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനുശേഷം ട്രഡീഷണൽ ആയിട്ടുള്ള കോസ്റ്റിംഗ് ടെക്നിക്, ABC, ലൈഫ് സൈക്കിൾ, ടാർഗറ്റ് കോസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞുള്ള കോസ്റ്റിംഗ് ടെക്നിക്സ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്സ് ആണ്. സേ ഫോർ എക്സാമ്പിൾ, നമ്മളിങ്ങനെ ഒരു കമ്പനി നഷ്ടം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കമ്പനി ഇപ്പോൾ അടച്ചുപൂട്ടണോ അതോ ഈ നഷ്ടം സഹിച്ച് മുന്നോട്ട് പോകണോ? അല്ലെങ്കിൽ ഈ കമ്പനി നഷ്ടം സഹിക്കാതെ ബ്രേക്ക് ഈവൻ ആയിട്ട് പോകണമെങ്കിൽ എത്ര യൂണിറ്റ്സ് ഇവർ കച്ചവടം നടത്തണം? ഇങ്ങനെയുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്സ് ആണ് ഒരു സെക്ഷൻ C അല്ലെങ്കിൽ ഒരു 3ാമത്തെ സെക്ഷനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. മുന്നോട്ട് പോകുന്ന സമയത്ത് ബജറ്റിംഗ് എന്നൊരു ടോപ്പിക് വരുന്നുണ്ട്. ആൻഡ് ഏറ്റവും അവസാനം പെർഫോമൻസ് മെഷർമെന്റ്, ഒരു കമ്പനിയുടെ പെർഫോമൻസ് എങ്ങനെയാണ് മെഷർ ചെയ്യപ്പെടുക, മാനേജേഴ്സിന്റെ പെർഫോമൻസ് എങ്ങനെ മെഷർ ചെയ്യപ്പെടും. അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രസകരമായിട്ടുള്ള ടോപ്പിക്സ് ആണ് PMൽ കവർ ചെയ്യാനുള്ളത്. ഓക്കെ, സോ ക്ലാസ്സിൽ നിങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ ഭയങ്കര രസകരമായിട്ട് നല്ല നല്ല ചോദ്യങ്ങളൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, സോ എനിവേ ഗൈസ്, ലെറ്റ്സ് മൂവ് ഇൻ ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. ഇസ് PM എ ടഫ് പേപ്പർ ഇൻ ACCA? ടഫ് ആണോ എന്ന് ചോദിച്ചാൽ ടഫ് ആണ്. ഫോർ ദോസ് ഗൈസ് ഹു ആർ പ്ലാനിങ് ടു പ്രിപ്പയർ ഫോർ ദ എക്സാം ഇൻ ദ വെരി ലാസ്റ്റ് മിനിറ്റ്. നമ്മൾ ലാസ്റ്റിൽ ഒരു 10 days കൊണ്ട് PM പേപ്പർ പഠിച്ചെഴുതാനോ അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു 1 month കൊണ്ടൊക്കെ PM പേപ്പർ പഠിച്ചെഴുതാനോ എന്ന് പറയുമ്പോൾ ബാക്കി പേപ്പേഴ്സ് വെച്ച് നോക്കുമ്പോൾ കുറച്ചൊരു ടഫ്നെസ് PMനുണ്ട്. പക്ഷെ മനസ്സിലാക്കുക, റൈറ്റ് ഗൈഡൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരിക്കലും PM ടഫ് പേപ്പർ അല്ല. നമ്മളുടെ ഇവിടെ മലയാളം മീഡിയം സ്റ്റേറ്റ് സിലബസ് ഒക്കെ പഠിച്ചു വന്ന കുട്ടികൾ തന്നെ 95 മാർക്സ് അച്ചീവ് ചെയ്ത പേപ്പറാണ്. നമ്മളുടെ സ്റ്റുഡൻസ് തന്നെ 95 മാർക്സ്, ഒന്നല്ല 2 തവണ 95 മാർക്സ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 100ൽ 95 മാർക്സ് വാങ്ങണമെന്നുണ്ടെങ്കിൽ അവർ 5 മാർക്ക് ലോസ് ചെയ്തിട്ടുള്ളൂ അല്ലെ? ഇതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള പേപ്പർ ആണെങ്കിൽ അതൊരിക്കലും പോസിബിൾ ആയിരുന്നില്ല. അപ്പോൾ മനസ്സിലാക്കുക, ഇത് ടഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പയർ ടു അതർ പേപ്പേഴ്സ്, മറ്റ് സ്കിൽ ലെവൽ പേപ്പേഴ്സ് ആയ FM, FR ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ നമ്മൾ ക്വസ്റ്റ്യൻസ് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ലെവലിലാണ് ചോദിക്കാറ്. ബട്ട് സ്റ്റിൽ നോ വറീസ്, എഗെയിൻ റൈറ്റ് ഗൈഡൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അടിപൊളിയായിട്ട് ക്ലിയർ ചെയ്യാവുന്ന പേപ്പർ തന്നെയാണ് PM. ഓക്കെ, സോ നോ വറീസ്. Moving into the next question, let me peel off the very next question. How should I structure my study plan for PM? PMന്റെ സ്റ്റഡി പ്ലാൻ എങ്ങനെ സ്ട്രക്ചർ ചെയ്യും? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ PMൽ മെയിൻ ആയിട്ട് 5 സിലബസ് ഏരിയാസ് ആണ് ഉള്ളത്. ഈ 5 സിലബസ് ഏരിയാസ് കൂടെ നിങ്ങൾ പഠിക്കുവാൻ വേണ്ടിയിട്ട് അവേഴ്സിന്റെ ബേസിസിൽ പറയാനാണെങ്കിൽ ഐ വുഡ് സേ അറൌണ്ട് 120 hours, 120 മണിക്കൂർ നിങ്ങൾ PM പഠിക്കുവാൻ വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല മാർക്സോടെ നമുക്ക് പാസ്സാകാൻ പറ്റും. അപ്പോൾ ഈ ഓരോ സിലബസിനും എത്ര അവേഴ്സ് വേണമെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നമ്മളുടെ സ്റ്റഡി പ്ലാനർ ആപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഞാൻ എൻ്റെതായ രീതിയിൽ ഇൻപുട്സ് കൊടുത്ത് അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ആ സ്റ്റഡി പ്ലാനർ ആപ്പ്, നമ്മുടെ ACCയുടെ സ്റ്റഡി പ്ലാനർ ആപ്പ് ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം, പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതിൽ നിങ്ങൾ PM പേപ്പർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓരോ ഏരിയാസും എത്ര അവേഴ്സ് പഠിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ആ ഒരു പ്ലാനിനനുസരിച്ച് തന്നെ നിങ്ങൾ സ്ട്രക്ചർ ചെയ്താൽ മതി. വളരെ ഈസി ആയിട്ട് നമുക്ക് PM പഠിച്ചു തീർക്കാൻ കഴിയും.
ഇനി ഒരു നമ്പർ ഓഫ് ഡേയ്സിന്റെ അടിസ്ഥാനത്തിൽ പറയാനാണെങ്കിൽ യൂഷ്വലി ഒരു 15 ദിവസം അല്ലെങ്കിൽ ഒരു 20 ദിവസമൊക്കെ എടുത്തിട്ടാണ് ഒരു ടീച്ചർ ഈ ഒരു സിലബസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും, സിലബസ് ഫുള്ളി തീർന്നു കഴിഞ്ഞാൽ പഠിച്ചു തീരുമല്ലോ. അങ്ങനെയല്ല, സിലബസ് മുഴുവൻ തീർന്നതിന് ശേഷം നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസിനും കൂടെ എമൗണ്ട് ഓഫ് അവേഴ്സ് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾക്ക് എക്സാമിന് നല്ല രീതിയിൽ, അതേപോലെ ഏറ്റവും അവസാനം എക്സാമിന് മുന്നേ മോക്ക് എക്സാംസ് ഒക്കെ എഴുതണം. ഇതെല്ലാം നമ്മുടെ പ്രിപ്പറേഷൻ ടൈമായ 120 അവേഴ്സിൽ വരുന്നതാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ യു ഷുഡ് പ്രിപ്പയർ സ്റ്റഡി പ്ലാൻ ആസ് പെർ മൈ ഒപ്പീനിയൻ. പിന്നെ ചില കുട്ടികൾക്ക് ഇത്രയും സമയം പഠിക്കേണ്ടതില്ല, ചിലർക്ക് കുറച്ചുകൂടെ ടൈം പഠിക്കേണ്ടതുണ്ടാവും. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഇന്റലക്ച്വൽ കപ്പാസിറ്റി ആസ് വെൽ. ഓക്കെ, സോ ഐ ഹോപ്പ് ഈ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ഒരു ആൻസർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ആർ ദ ബെസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽസ് ഫോർ ലേണിംഗ് PM പഠിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മുടെ ഇലാൻസിൽ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് തരുന്നുണ്ട്. ആ ഒരു സ്റ്റഡി നോട്ട്സ് നല്ല രീതിയിൽ പഠിച്ചാൽ തന്നെ കോൺസെപ്റ്റ് വൈസ് നിങ്ങൾ പക്ക ആയിരിക്കും. ഓക്കെ, ഇനി അതിന് പുറമെ നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്ലാൻ മെറ്റീരിയൽസും BPP മെറ്റീരിയൽസും ഒക്കെ അവൈലബിൾ ആണ്. ഇതിനേക്കാളൊക്കെ ഉപരി ഞാൻ സജസ്റ്റ് ചെയ്യുക ഡെഫിനറ്റ്ലി ഇലാൻസിന്റെ ഷോർട്ട് നോട്ട്സ് സ്റ്റഡി മെറ്റീരിയൽസ് തന്നെയായിരിക്കും. കാരണം വളരെ സിമ്പിളായിട്ട് ആർക്കും വായിച്ചാൽ മനസ്സിലാവുന്ന ലാംഗ്വേജിലാണ് ഇത് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് അടക്കം നമ്മുടെ നോട്ട്സിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പാർട്ട് ഫ്രം ദിസ് ACCA ഈസ് ഓൾസോ ഹാവിങ് എ വെരി വണ്ടർഫുൾ റിസോഴ്സ്. നമ്മുടെ സ്റ്റഡി ഹബ് എന്ന് പറഞ്ഞിട്ട് ACCയുടെ വെബ്സൈറ്റിൽ നിങ്ങൾ MyACCA ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റഡി ഹബ് ആക്സസ് ചെയ്യാം. സ്റ്റഡി ഹബിലൂടെയുള്ള മെറ്റീരിയൽസ് PM മാത്രമല്ല എല്ലാ പേപ്പേഴ്സിനും സ്റ്റഡി ഹബിൽ നമുക്ക് മെറ്റീരിയൽസ് ഉള്ളതറിയാം. സോ ആ ഒരു റിസോഴ്സും നമുക്ക് യൂസ് ചെയ്യാം. സോ ദാറ്റ് സീംസ് ടു ബി ദ വെരി ഇഫക്റ്റീവ് മെറ്റീരിയൽ ഫോർ ദ പേപ്പർ PM. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വിച്ച് സ്റ്റഡി അപ്രോച്ച് ഇസ് മോസ്റ്റ് ഇഫക്റ്റീവ് ഫോർ PM പ്രിപ്പറേഷൻ? PM പ്രിപ്പറേഷൻ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ളത് സ്റ്റഡി അപ്രോച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് ഐ ഡോണ്ട് നോ വെദർ നിങ്ങൾ ഉദ്ദേശിച്ചത് ഓൺലൈൻ ആണോ അതോ ഓഫ്ലൈൻ ആണോ അതോ ഹൈബ്രിഡ് സെഷൻസ് ആണോ എന്നുള്ളത് എനിക്ക് കറക്റ്റ് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. ബട്ട് എനിവേ, ഓൺലൈൻ ഓഫ്ലൈൻ ബേസിസിൽ പറയാനാണെങ്കിൽ രണ്ടും, ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും PM പോലൊരു പേപ്പർ റൈറ്റ് ഡെഡിക്കേഷൻ, നല്ലൊരു ഡിസിപ്ലിൻ നിങ്ങൾക്കുണ്ട്, ഇത്ര അവേഴ്സ് നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല മാർക്സോടെ PM പാസ്സാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ടോപ്പിക്സിനും ഇത്ര അവേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് ഒന്ന് പ്ലാൻ ചെയ്യാമെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല മാർക്സോടെ പാസ്സാൻ കഴിയും. ഓക്കെ, ഓഫ്ലൈൻ ക്ലാസ്സസിൽ ഒബ്വിയസ്ലി ടീച്ചേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് കുറച്ചുകൂടി ഉണ്ട് അല്ലേ. ഞാനിപ്പോൾ ടീച്ചറാകുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ കുറച്ചുകൂടി ഒന്ന് മോണിറ്റർ ചെയ്യാനൊക്കെ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഐ വുഡ് സേ ഓഫ്ലൈനിൽ കുറച്ചുകൂടെ കൂടുതൽ ശ്രദ്ധ എനിക്ക് തരാൻ പറ്റും എന്നുള്ളത് കൊണ്ട് ഡെഫിനറ്റ്ലി ഇഫക്റ്റീവ് പ്രിപ്പറേഷൻ അതാണെന്ന് പറയാം. ബട്ട് സ്റ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ 95 മാർക്സ് വാങ്ങിയ കുട്ടികളൊക്കെ ഓൺലൈൻ പഠിച്ചിട്ട് വാങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊന്നും അൾട്ടിമേറ്റ്ലി ഇതിൽ ഇടേണ്ട എഫേർട്സ് ഇടേണ്ടത് നിങ്ങൾ തന്നെയാണ്, റൈറ്റ്? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്റ്റഡി അപ്രോച്ച് ഏത് സ്റ്റഡി അപ്രോച്ച് ആണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ എടുക്കുന്ന എഫേർട്സ് ആണ് നിങ്ങളുടെ മാർക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ബാക്കിയുള്ള എല്ലാ സ്റ്റഡി സപ്പോർട്ട് റിസോഴ്സസും ലാൻസിന്റെ സൈഡിൽ നിന്നും എൻ്റെ സൈഡിൽ നിന്നും PM പേപ്പറിനെ സംബന്ധിച്ച് ഡെഫിനറ്റ്ലി അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ നോ വറീസ് ഗൈസ്, നല്ല രീതിയിൽ നിങ്ങൾ PM പ്രിപ്പറേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തോ. ലെറ്റ് മീ പീൽ ഓഫ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വേർ ക്യാൻ ഐ ഫൈൻഡ് പാസ്റ്റ് എക്സാം പേപ്പേഴ്സ് ആൻഡ് മോക്ക് ടെസ്റ്റ് ഫോർ PM പ്രിപ്പറേഷൻ? PM പ്രാക്ടീസ്, അതായത് PM എക്സാം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫാസ്റ്റ് എക്സാം പ്രാക്ടീസും അല്ലെങ്കിൽ മോക്ക് എക്സാം ഒക്കെ എവിടെ നിന്ന് കണ്ടെത്തും? ACCയുടെ വെബ്സൈറ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സ്റ്റുഡൻസിനുള്ള ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റഡി സപ്പോർട്ട് റിസോഴ്സസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ PM എന്ന സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ACCA പ്രാക്ടീസ് പ്ലാറ്റ്ഫോം എന്നതിലേക്ക് ലോഗിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണും. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മളുടെ സ്പെസിമെൻ എക്സാംസ് ആയിക്കോട്ടെ, പാസ്റ്റ് എക്സാം പേപ്പേഴ്സ് ആയിക്കോട്ടെ, പ്രാക്ടീസ് എക്സാംസ് ആയിക്കോട്ടെ, മോക്ക് എക്സാംസ് ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മുടെ പ്രാക്ടീസ് പ്ലാറ്റ്ഫോമിൽ തന്നെ അവൈലബിൾ ആണ്. ഓക്കെ, സോ എക്സാം എഴുതുന്ന PM എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ ഐ വുഡ് ഡെഫിനറ്റ്ലി 100% ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു നിങ്ങൾ പ്രാക്ടീസ് പ്ലാറ്റ്ഫോം ലോഗിൻ ചെയ്ത് എക്സാം കണ്ടീഷൻഡ് ആയിട്ട് ഈ പറയുന്ന എക്സാംസ് ഒക്കെ ചെയ്യുക. പ്രാക്ടീസ് എക്സാംസും പാസ്റ്റ് എക്സാംസും ഒക്കെ ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ സ്റ്റഡി ഹബിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് എക്സ്ട്രാ പ്രാക്ടീസ് ചെയ്യാം. ബട്ട് എബവ് ഓൾ ദിസ് യു ക്യാൻ purchase, you can practice mock exams, past exam papers from this practice platforms. ഇനി
ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ ഒരു സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ അഡീഷണലി നിങ്ങൾക്ക് മോക്ക് എക്സാംസ് പർച്ചേസ് ചെയ്യാം. PM പേപ്പറിൻ്റെ ഒക്കെ മോക്ക് എക്സാംസ് പർച്ചേസ് ചെയ്യാം. ഞാൻ കുറേ പേപ്പേഴ്സ് പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അങ്ങനത്തെ പേപ്പേഴ്സ് വേണമെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ഷെയർ ചെയ്ത് തരാം. ഓക്കെ ഗൈസ്, ലെറ്റ് മീ പീൽ ഓഫ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവർ ഭയങ്കര ബുദ്ധിമുട്ടാക്കിയിട്ടാണ് ഇത് ഒട്ടിച്ചത്, ഇത് പറിക്കാൻ കഴിയുന്നില്ല. യെസ്, will I fail in PM if I don't have commerce basics? 100-ൽ 95 മാർക്ക് വാങ്ങിയ സ്റ്റുഡൻറ്റ് സയൻസ് സ്റ്റുഡൻ്റ് ആയിരുന്നു. 2 കുട്ടികൾ വാങ്ങിയിട്ടുണ്ടെന്ന് പറയും. ഈ 2 കുട്ടികളും സയൻസ് പഠിച്ചു വന്ന ആളുകളാണ്. അപ്പോൾ ഒരിക്കലും കൊമേഴ്സ് ബേസിസ് ആണോ എന്നുള്ളത് കൊണ്ട്, എനിക്ക് കൊമേഴ്സ് ബേസ് ഇല്ല എന്നുള്ളത് കൊണ്ട് ഒരിക്കലും നിങ്ങൾ PM പേപ്പർ ഫെയിൽ ആവാൻ പോകുന്നില്ല, മനസ്സിലാക്കുക. അത് മാത്രമല്ല, +2 കൊമേഴ്സ് പഠിച്ച കുട്ടിയാണെങ്കിലും സയൻസ് പഠിച്ച കുട്ടിയാണെങ്കിലും PM പോലെ ഒരു പേപ്പറിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അക്കൗണ്ടൻസി ഒന്നും നമുക്ക് പഠിക്കാനില്ല. ഇപ്പോൾ സയൻസ് കുട്ടികളെക്കാളും കൊമേഴ്സുകാർക്ക് അഡ്വാൻറ്റേജ് ഉള്ള ഒരേ ഒരു ഏരിയ അക്കൗണ്ട്സ് എന്നുള്ളതാണ്. സയൻസുകാർ അത് പഠിച്ചിട്ടില്ല, കൊമേഴ്സുകാർ അക്കൗണ്ട്സ് പഠിച്ചിട്ടുണ്ട്. അക്കൗണ്ട്സ് അല്ല PM പേപ്പർ. പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് കോസ്റ്റിംഗ് പേപ്പറാണ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ പേപ്പറാണ്. ഇതിൽ അക്കൗണ്ടൻസി വരുന്നതേയില്ല. അതുകൊണ്ട് കൊമേഴ്സുകാരെയും സയൻസുകാരും ഒക്കെ ഒരേപോലെയാണ് PM പേപ്പറിലേക്ക് വരുന്ന സമയത്ത്. നിങ്ങൾ ഏറ്റവും 10ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടി എങ്ങനെയാണോ PM എന്ന പേപ്പർ കാണുന്നത്, ആ ഒരു ലെവലിലേക്ക് ഇറങ്ങി നിന്നിട്ടായിരിക്കും ടീച്ചേഴ്സ് നിങ്ങൾക്ക് PM പേപ്പറിനെ പറ്റി പറഞ്ഞു തരിക. അതുകൊണ്ട് ഒരു രീതിയിലുള്ള നോളജും വേണ്ട, ധൈര്യമായിട്ട് വന്ന് ക്ലാസ്സിൽ ഇരുന്നു കൊള്ളൂ. നിങ്ങൾക്ക് PM പേപ്പറിൻ്റെ ഫ്രം ദ വെരി സ്ക്രാച്ച് നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങൾ പഠിക്കും. ഓക്കെ, ഇതിൽ PMൽ കുറച്ച് അസ്യൂംഡ് നോളജ് പോലെ നിങ്ങൾക്ക് വേണ്ടത് കുറച്ച് മാത്തമെറ്റിക്സ് ഇതിൽ വരുന്നുണ്ട്. മാത്തമെറ്റിക്സ് എന്ന് പറയുമ്പോൾ മറ്റേ ട്രിഗ്നോമെട്രി അതുകൂട്ട് സംഗതികളൊന്നുമല്ല, വളരെ ബേസിക് ആയിട്ടുള്ള അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇത് ചെയ്യാൻ തന്നെ നമുക്ക് കാൽക്കുലേറ്റേഴ്സ് ഉണ്ട്. അതിനപ്പുറത്തേക്കുള്ള മാത്തമെറ്റിക്സ് ഒന്നും വരുന്നില്ല. സോ കുറച്ചെങ്കിലും ഒരു സാധനം വേണ്ടത് ഈ പറയുന്ന മാത്സ് ആണ്. സേ ഫോർ എക്സാമ്പിൾ 5 മാംഗോസിന് 10 rupees ആണ്. 5 മാംഗോസിന് 10 rupees ആണ്. അപ്പോൾ 10 മാംഗോസിന് എത്ര? 5 മാംഗോസിന് 50 rupees ആണ്. അപ്പോൾ 70 മാംഗോസിന് എത്ര? ആ രീതിയിലുള്ള മാത്തമെറ്റിക്സ് മാത്രമാണ് നമുക്ക് PMലേക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇനി അത് നിങ്ങൾക്കറിയില്ലെങ്കിൽ അത് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചു തരുന്നതായിരിക്കും, അല്ലേ? ഓക്കെ, സോ ലെറ്റ്സ് പീൽ ഓഫ് ദ വെരി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി അവേഴ്സ് ഷുഡ് ഐ ലേൺ ടു ക്ലിയർ PM ഇൻ ദ വെരി ഫസ്റ്റ് അറ്റംപ്റ്റ്? ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമ്മൾക്ക് PM ക്ലിയർ ചെയ്യണമെങ്കിൽ എത്ര മണിക്കൂർ ഞാൻ പഠിക്കണം? അതിനുള്ള ആൻസർ ഇതാണ്. ഓരോ കുട്ടികളുടെയും ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഡിഫറെൻ്റ് ആണ്. ചിലർ നല്ല കപ്പാസിറ്റി ഉള്ളവരായിരിക്കാം, ഒരു കാര്യം വായിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവാം. എന്നാൽ ചിലരാവട്ടെ, ഒന്നാമത് ACCയിലെ PM പേപ്പറിൻ്റെ ഒക്കെ ലാംഗ്വേജ് നിങ്ങൾക്കറിയാം, അല്ലെ? ഒരു ബ്രിട്ടൻ ഇംഗ്ലീഷാണ് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഇംഗ്ലീഷ് ആണല്ലോ, അത് വായിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. അത് വായിച്ച് മനസ്സിലാവണമെങ്കിൽ തന്നെ ചിലപ്പോൾ 2-3 പ്രാവശ്യം വായിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളുണ്ട്. അപ്പം ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഓഡിയൻസ് ഉണ്ട്, ഡിഫറെൻറ്റ് കപ്പാസിറ്റി ഉള്ള ഓഡിയൻസ് ആണുള്ളത്. അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ 120 മണിക്കൂർ പഠിച്ചാൽ നിങ്ങൾ PM പാസ്സാകും എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയില്ല. പകരം എനിക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം അതാണ്, നിങ്ങളുടെ കപ്പാസിറ്റി മനസ്സിലാക്കി നിങ്ങൾ PMൻ്റെ 5 സിലബസ് ഏരിയാസിലേക്കും 5 സിലബസ് ഏരിയയും കവർ ചെയ്യാൻ എത്ര മണിക്കൂറാണോ നിങ്ങൾക്ക് എടുക്കുന്നത്, ദാറ്റ് വുഡ് ബി യുവർ ടൈം. അത് ചിലർക്ക് 70 hours മതി, ഒരു ആവറേജ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് 120 hours മതി, അതേപോലെ കുറച്ച് വീക്ക് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അതിലും കൂടുതൽ മണിക്കൂറുകൾ വേണ്ടി വരാം. ഓക്കെ, പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ 120 hours ഒക്കെ കേൾക്കുമ്പോഴേക്കും അതെന്തോ വലിയ സംഭവമാണ്, അല്ലേ? ഒരു ദിവസം അല്ല, മൊത്തം 120 hours അല്ലേ? എത്ര സമയം ഇരുന്ന് പഠിക്കണം എന്ന രീതിയിൽ നമുക്കത് ഭയങ്കര വലുതായിട്ട് തോന്നാം. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ദിവസം 8 മണിക്കൂർ വെച്ച് പഠിക്കാനാണ് നിങ്ങൾ. ഒരു ദിവസം 8 hours, ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. 8 മണിക്കൂർ ഉറങ്ങി 8 മണിക്കൂറാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ വീണ്ടും ഒരു 8 മണിക്കൂർ നമുക്ക് ഫ്രീ ആയിട്ടുണ്ട്, ശരിയല്ലേ? അപ്പോൾ 8 മണിക്കൂർ പഠിക്കുന്ന രീതിയിലാണെങ്കിൽ 10 ദിവസം പഠിച്ചു കഴിയുമ്പോൾ തന്നെ 80 hours ആയി. 20 ദിവസം പഠിച്ചു കഴിയുമ്പോൾ 160 hours ആയി, വിച്ച് ഇസ് മോർ ദാൻ ഇനഫ്. ഓക്കെ, അപ്പോൾ പഠിക്കുന്ന സമയം വളരെ ഇഫക്റ്റീവായിട്ട് മൊബൈൽ ഫോണിലൊന്നും കളിച്ച് നിൽക്കാതെ കറക്റ്റായിട്ട് പഠിക്കുക, നമ്മുടെ സ്റ്റഡി അപ്രോച്ച്, ഓരോ ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, അതൊക്കെയാണ് അവിടെ മാറ്റർ ചെയ്യുന്നത്. ഓക്കെ, സോ ഗൈസ്, നമ്മൾ സ്റ്റഡി ക്ലാസ്സുകളിൽ, നമ്മുടെ ക്ലാസ്സുകളിൽ വെച്ചിട്ട് കുട്ടികൾ ഇതുപോലെ ചോദിക്കുന്ന സമയത്ത് എപ്പോഴും ഒരു സ്റ്റഡി പ്ലാൻ കൂടെ ഞാൻ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. ഓരോ ദിവസവും നിങ്ങൾ ഇത്ര മണിക്കൂർ ഇന്ന ടോപ്പിക്ക് പഠിക്കും എന്നുള്ള രീതിയിൽ. സോ വൺസ് യു ആർ ഇൻ ക്ലാസ്സസ്, നമുക്ക് ആ പറഞ്ഞ കാര്യങ്ങളും ഞാനൊരു സ്റ്റഡി പ്ലാൻ ഒക്കെ ഡെഫിനറ്റ്ലി ഉണ്ടാക്കി തരാം. അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഏറ്റവും അവസാനത്തെ ചോദ്യം
വൈ ഇലാൻസ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ പി എം അല്ലെ? വൈ ഇലാൻസ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ പി എം. പി എം എന്ന പേപ്പറിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്റ്റുഡൻറ്റിന് വേണ്ടത് കൺസെപ്ച്വൽ ക്ലാരിറ്റിയാണ്. ഈ കൺസെപ്ച്വൽ ക്ലാരിറ്റി നിങ്ങൾക്ക് പകർന്നു തരാൻ ഒബ്വിയസ്ലി ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ് ഉണ്ട്. എപ്പാർട്ട് ഫ്രം ദാറ്റ് നിങ്ങൾക്ക് ഈ പറയുന്ന സ്റ്റഡി നോട്ട്സ്, ഇലാൻസിന്റെ തന്നെ മെറ്റീരിയൽസ് ഉണ്ട്. നിങ്ങൾ ആ മെറ്റീരിയൽസിലൂടെ കടന്നു പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കടന്നു പോയിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അത്രയും സിംപ്ലിഫൈഡ് ആയിട്ടുള്ളൊരു നോട്ട്സ് ആണ്. നിങ്ങൾ ജസ്റ്റ് ആ ഒരു നോട്ട്സ് വായിക്കുമ്പോൾ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് വെച്ചിട്ടാണ് ഈ കൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ പി എമ്മിൽ പറഞ്ഞു തരുന്നത്. അത് ചെയ്തതിന് ശേഷം റിവിഷൻ കിറ്റ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് എന്തായാലും റിവിഷൻ കിറ്റ് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും. ഇനി ഇൻ കേസ് റിവിഷൻ കിറ്റിൽ നിങ്ങൾ സ്റ്റക്ക് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അയ്യോ ഈ ക്വസ്റ്റ്യൻ എനിക്ക് സ്റ്റക്ക് ആയല്ലോ, ഇതെനിക്ക് കിട്ടുന്നില്ലല്ലോ, ജസ്റ്റ് നിങ്ങൾക്ക് കിട്ടാത്ത ചോദ്യം ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മളുടെ പി എം സപ്പോർട്ട് ടീമിന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 24 hours ടീച്ചറുടെ കയ്യിൽ നിന്നോ മെന്ററുടെ കയ്യിൽ നിന്നോ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിരിക്കും അല്ലേ? അപ്പം ഒന്ന് ആലോചിക്കുക, പഠിക്കുന്ന സമയത്ത് പണ്ടൊക്കെ നമുക്കൊരു സംശയം വന്നു കഴിഞ്ഞാൽ നാളെ പോയി ടീച്ചറെ കാണണം, ഇനി അടുത്ത ആഴ്ച ക്ലാസ് എങ്കിൽ അടുത്ത ആഴ്ച ടീച്ചറെ കണ്ടിട്ട് ഇത് ചോദിച്ചാലേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. അത് പ്രോസസ്സ് ചെയ്താലേ എനിക്ക് ചിലപ്പോൾ അടുത്ത മുന്നോട്ടുള്ള ടോപ്പിക്സ് പഠിക്കാൻ പറ്റത്തുള്ളൂ. അതങ്ങനെ പെൻഡിങ് ആയിട്ട് ഇടുന്ന ഒരു സിറ്റുവേഷൻ. ഇവിടെ മിനിറ്റ് വൈസ് ഒരു 1-2 മിനിറ്റിൽ നിങ്ങൾക്ക് അവിടെ സൊല്യൂഷൻ കിട്ടുകയാണ്. ഓക്കെ, ഐ ആം സ്റ്റക്ക് വിത്ത് സംതിങ്, ജസ്റ്റ് സ്ക്രീൻഷോട്ട് ഇറ്റ്, ഷെയർ ഇറ്റ് ഇൻ ദ വാട്സ്ആപ്പ് ഗ്രൂപ്പ്, യു വിൽ ഗെറ്റ് ദ റിപ്ലൈ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു അക്കാഡമിക് ഇൻഫ്രാസ്ട്രക്ചർ പി എം മാത്രമല്ല എല്ലാ ACCA പേപ്പേഴ്സിനും ഇലാൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ അതൊക്കെ കൊണ്ട് തന്നെ ഇലാൻസ് ഇസ് ഒബ്വിയസ്ലി ദ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ പി എം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു 10 ക്വസ്റ്റ്യൻസോളം നമ്മൾ പീൽ ഓഫ് ചെയ്തു. നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ഒരു ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സീ യു ഓൾ ഇൻ ക്ലാസ്സസ് നൗ. താങ്ക് യു, ടേക്ക് കെയർ.